സന്തോർ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ 7ാമത് ബൈബിൾ കലോത്സവം നാളെ സന്തോർപ്പിലെ ഫെഡറിക് ഗൗ സ്കൂളിൽ നടക്കും. 12 സ്റ്റേജുകളിലായി രൂപതയിലെ 12 റീജിയനുകളിൽ നിന്നുമുള്ള 2000-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ വലിയ ആത്മീയ സംഗമം രാവിലെ 8:15-ന് രജിസ്ട്രേഷനോടെ ആരംഭിക്കും. 9 മണിക്ക് നടക്കുന്ന ബൈബിൾ പ്രതിഷ്ഠയോടുകൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതാണ്. രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 10 മണി മുതൽ വിവിധ സ്റ്റേജുകളിലായി മത്സരങ്ങൾ ആരംഭിക്കും. ബൈബിൾ കലോത്സവത്തിൽ വാഹന പാർക്കിങ്ങിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കോച്ചുകൾ എത്തുന്ന സാഹചര്യത്തിൽ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ 20ഓളം കോച്ചുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കാറുകളിൽ എത്തുന്നവർക്ക് ഗ്രാസ് ഏരിയയിൽ പാർക്ക് ചെയ്യാൻ കഴിയും. സുഗമമായ കാർ പാർക്കിങ്ങിനായി വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പ്രധാന സ്റ്റേജുകളുടെ അടുത്ത് ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. മത്സരാർത്ഥികളുടെ ചെസ് നമ്പറുകൾ ഓരോ റീജിയനുകളിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ടവർ ഡൈനിങ് ഹാളിലെ കൗണ്ടറുകളിൽ നിന്നും വാങ്ങണം. രാവിലെ 9 മണിക്ക് മുൻപായി മത്സരാർത്ഥികൾ രജിസ്ട്രേഷൻ നമ്പർ കൈപ്പറ്റേണ്ടതാണ്. ഓരോ റീജിയനിലെയും കവറിൽ ചെസ്റ്റ് നമ്പറുകളും മുൻകൂർ രജിസ്റ്റർ ചെയ്തവർക്കുള്ള റിസ്റ്റ് ബാൻഡും ഉണ്ടായിരിക്കും. റിസ്റ്റ് ബാൻഡിലെ QR കോഡ് വഴി മത്സരഫലങ്ങൾ അറിയുവാൻ സാധിക്കും. രാവിലെ 8 മണി മുതൽ ചേഞ്ചിങ് റൂമുകൾ ഉപയോഗിക്കാം. രാവിലെ 7 മണിക്ക് വോളണ്ടിയേഴ്സിനായിട്ടുള്ള വിശുദ്ധ കുർബാനയും തുടർന്ന് 10, 12, 2, 4 മണികൾക്ക് വിശുദ്ധ കുർബാനയും ഉണ്ടാകും. ഇടവിട്ട സമയങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനയും ഉണ്ടാകും. 11 മണിക്ക് ശേഷം ആദ്യ മത്സരത്തിന്റെ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങും. ബൈബിൾ അപ്പോസ്റ്റലേറ്റ് വെബ്സൈറ്റ്, ഡൈനിങ് ഹാളിലെ ടെലിവിഷൻ സ്ക്രീൻ, ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ജനറൽ ബോഡി ഗ്രൂപ്പ് എന്നിവിടങ്ങളിലും റിസൾട്ടുകൾ ലഭ്യമാകും. ഷോർട്ട് ഫിലിമുകൾ പ്രത്യേക സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്നതാണ്. 1ാം സ്ഥാനം നേടിയ ഫിലിം സമ്മാനദാനത്തിന് മുൻപ് പ്രദർശിപ്പിക്കും. 5:45-ന് സമ്മാനദാന ചടങ്ങുകൾ ആരംഭിച്ച് 8 മണിക്ക് അവസാനിക്കും. രൂപത ബൈബിൾ അപ്പോസ്റ്റലേറ്റ് കോർഡിനേറ്റർ ആന്റണി മാത്യു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അറിയിച്ചു. രാവിലെ 8 മണി മുതൽ ഡൈനിങ് ഹാളിൽ പ്രഭാത ഭക്ഷണം ലഭ്യമാകും. കലോത്സവം അവസാനിക്കുന്നതുവരെ ഭക്ഷണം വാങ്ങുന്നതിനുള്ള സൗകര്യമുണ്ട്. പ്രോട്ടോസിഞ്ചല്ലൂസ് ഫാദർ ആന്റണി ചുണ്ടലിക്കാട്ട്, പാസ്റ്ററൽ കോർഡിനേറ്റർ ഫാദർ ടോം ഓലിക്കരോട്ടിന്റെ നേതൃത്വത്തിൽ ഫാദർ ജോർജ് എട്ടുപറയിൽ ചെയർമാനായിട്ടുള്ള 24-അംഗ കമ്മീഷനാണ് കലോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. ഫാദർ ജോൺ പുളിന്താനത്ത്, ഫാദർ ജോസഫ് പിണക്കാട്ട്, ഫാദർ വർഗീസ് കൊച്ചുപുരക്കൽ എന്നിവരാണ് ജോയിന്റ് കോർഡിനേറ്റർമാർ. രൂപതയുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ, മാഗ്നാവിഷൻ ചാനൽ എന്നിവയിലൂടെ കലോത്സവം ലൈവായി സംപ്രേഷണം ചെയ്യും. രൂപത ബൈബിൾ അപ്പോസ്തലേറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ബൈബിൾ അപ്പോസ്തലേറ്റിന് വേണ്ടി ജിമ്മിച്ചൻ ജോർജ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ.